അടുത്തതായി തായിക്കോട്ട് കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കലന്തൻ മാസ്റ്ററെ ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനിപ്പിക്കുന്ന കാര്യം, നമ്മളിൽ നിന്ന് വിട്ടുപോയ എൻ്റെ സഹപാഠികൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ ഓരോ കുടുംബത്തിലുണ്ട്. അത് എൻ്റെ കുടുംബത്തിൽ തന്നെ തായിക്കോട്ട് കേൾക്കുമ്പോൾ ഇണ്ടിച്ചാച്ചി എന്ന എൻ്റെ ആങ്ങളെയാണെന്ന് ചോദിക്കുക. അവളെ സ്മരിച്ചിട്ടില്ലാന്ന് തോന്നുന്നത്. ഇതിൽ നമ്മുടെ കുടുംബത്തെ എല്ലാവർക്കും എത്തുന്ന സഹോദരിയായിരുന്നു ഇണ്ടിച്ചാച്ചി, കുഞ്ഞാത്തു എന്ന ഇണ്ടിച്ചാച്ചി. അത് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇണ്ടിച്ചാച്ചി മരിച്ചു. അതിനു മുമ്പ് തന്നെ 2 ആഴ്ചക്കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അത് ചെറുപ്പത്തിൽ ഒരു ആഴ്ചക്കുട്ടി മരിച്ചു 2 വയസ്സുള്ള സമയത്ത്. വീണ്ടും ഉണ്ടായ കുട്ടിക്ക് ആഴ്ചക്കുട്ടി എന്ന് പേരിട്ടു. അതുപോലെ എൻ്റെ സഹോദരികളുടെ പുത്രൻ അബ്ദുൽ കരീം, പന്നിക്കോട്ടുണ്ടായിരുന്ന അബ്ദുൽ കരീം ഈ ലോകത്തോട് പറഞ്ഞു. കളത്തിൽ കുടുംബത്തെ ഓർക്കുമ്പോൾ അഹമ്മദ് കുട്ടി, ഇസ്മായിൽ, കരീം ഇവരുടെ മരണത്തോടെ ചിറകറ്റ പക്ഷിയെ പോലെ എനിക്ക് തോന്നുന്നത്. ഇത് നല്ലൊരു കുടുംബം, പറക്കുന്ന പക്ഷിയുടെ ചിറകറ്റാലുള്ള സ്ഥിതി അറിയണം. വേദനിപ്പിക്കുന്ന മരണമാണ് അവർ ഉണ്ടായത്. അവർക്കെല്ലാം നമുക്ക് പ്രാർത്ഥിക്കണം. അവരുടെ പേരിൽ എപ്പോഴും ഓർക്കണം നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയവരുടെ. കുടുംബം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നത്. നമ്മൾ 2 വർഷത്തിലൊരിക്കൽ ഈ 9 ശാഖകളിൽ നടത്താറുണ്ട്. വർഷം നടത്തുന്നതുണ്ടാവും. 2 വർഷത്തിലെങ്കിലും ഓരോ ശാഖ, തായിക്കോട് ശാഖ, എറക്കോട് ശാഖ, മാനോടി നടത്താറുണ്ട്. 5 വർഷത്തിൽ ഇങ്ങനെ നടത്തൽ നിർബന്ധമാണ്. എനിക്ക് പറയാനുള്ളത്, എനിക്ക് 69 വയസ്സായി. എൻ്റെ പേരറിയുന്ന 15 വയസ്സിൽ താഴെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എൻ്റെ പേര്, ഞാൻ എറക്കോടം പത്തായത്തിങ്ങൽ ഉണ്ണിക്കുട്ടി ആലി, പത്തായത്തിങ്ങൽ മോയ്ക്കുട്ടിയാലിയുടെ 2ാമത്തെ മകൻ, എറക്കോട് താമസിക്കുന്ന ഉണ്ണിക്കുട്ടിയാലിയുടെ മൂത്ത മകൻ, തായിക്കോട് താമസിച്ച് ജീവിച്ചു മരിച്ച ചെറിയ മോയിൻ്റെ 8ാമത്തെ ചെറിയ സന്തതി കലന്തൻ എന്ന പേരാണ്. എനിക്ക് 69 വയസ്സ്. സന്തോഷകരമായിരിക്കട്ടെ. കുടുംബത്തിലെ ഏറ്റവും, നമ്മുടെ ഈ എറക്കോടം കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി അറിയില്ലേ? നിങ്ങൾക്കറിയാം. അത് തായിക്കോട്ട് ചെറിയ മോയിൻ ഉമ്മയ്യ ദമ്പതികളുടെ മൂത്ത മകൾ ഫാത്തിമ അവിടെ ഇരിപ്പുണ്ട്. അത് സന്തോഷകരം എല്ലാവരെയും അറിയിക്കുന്നു. 69 വയസ്സ്, 93 വയസ്സ്. പ്രിയമുള്ളവരെ, നമ്മുടെ മുഖ്യാതിഥി, നമ്മുടെ ഈ ചടങ്ങിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ച നമ്മുടെ പാട്ടും പറച്ചിലും നവാസ് പാലേരി, മുഖ്യ മോട്ടിവേറ്റർ കൂടിയായ നവാസ് പാലേരിയെ ഈ കുടുംബത്തിൻ്റെ പേരിൽ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഉമ്മയും ഉമ്മ, എറക്കോടം പത്തായത്തിങ്ങൽ മോയ്ക്കുട്ടി ആജുവിൽ ചെറിയ മകൻ ഉണ്ണിമോയിൻ്റെ മൂത്ത മകൾ ഉമ്മയും ഉമ്മ. എൻ്റെ ഉപ്പയും ഉമ്മയും സഹോദരി സഹോദരന്മാരാണ്. അവർ തമ്മിൽ വിവാഹം നടന്നു. ഞങ്ങൾ 8 മക്കൾ. ഇപ്പോൾ 5 മക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അധികം പറയുന്നത് നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് ആശംസ അർപ്പിക്കുകയാണ്. അതുപോലെ ഈ വർഷം ഹജ്ജിന് പോകുന്ന നമ്മുടെ കുടുംബത്തിൽ പലരുണ്ട്. അവരോട് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നാട്ടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും, മരിച്ചുപോയ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതുപോലെ പ്രയാസമുള്ള രോഗമുള്ളവരുണ്ട് നമ്മുടെ കുടുംബത്തിൽ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിന് 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. എറക്കോട്ട് കുട്ടിരായൻ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ അങ്ക അവരെ ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എറക്കോടൻ പത്തായത്തിങ്ങൽ മോയിൻകുട്ടി ഹാജി അവിടെ കുടുംബ പരമ്പരയിൽപ്പെട്ട, അവിടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഇവിടെ ഏതാണ്ടൊക്കെ ഇവിടെ എത്തിച്ചേരിട്ടുണ്ട്. ഈ 9 കുടുംബക്കാരിൽപ്പെട്ട ആളുകളെല്ലാവരും ഇതിവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കുടുംബക്കാർ എന്നാൽ മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവർക്കാണ് കുടുംബക്കാരെന്ന് പറയുന്നത്. മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവർക്കാണ് കുടുംബക്കാരെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ കുടുംബക്കാരുമായി നല്ല നിലയിൽ സഹവസിക്കുന്നവർക്ക് അനവധി ഗുണങ്ങൾ കിട്ടും. ഒന്നാമത്
ദീർഘായുസ് കിട്ടുന്ന. രണ്ടാമത് പരസ്പര സ്നേഹം, കൂടുതൽ കാലം ജീവിക്കാൻ ആയുസ് ദീർഘം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ തെറ്റിട്ടോ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും പിണങ്ങിയിട്ടോ ഉണ്ടെങ്കിൽ അത് നന്നായാൽ അത് ഹൈറാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ആളുകൾക്ക് ഒരുമിച്ച് കൂടി അദ്ദേഹത്തിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ഹസറായിൽ അലൈഹിസ്സലാം എന്ന മലക്ക് അവിടെ വന്നുന്ന. അപ്പോൾ ആ സദസ്സിൽപ്പെട്ട ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഈ മനുഷ്യൻ 3 ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടു പോകും. അങ്ങനെ ഇയാൾ ആ സദസ്സ് പിരിഞ്ഞ് എല്ലാവരും പോയി. ആ സദസ്സിൽ ചൂണ്ടിക്കാട്ടിച്ച ആ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുമായി വളരെ പിണങ്ങി നിന്നിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുമായി പിണങ്ങി. ആ പിണങ്ങാൻ നിന്നിരുന്ന ആളുകളെല്ലാവരും അയാൾ നല്ല സന്തോഷത്തിലായി പെരുമാറി. പിന്നെ അദ്ദേഹം കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സദസ്സിലേക്ക് വീണ്ടും വന്നു. ദാവൂദ് നബി സ്വലാമിൻ്റെ അടുക്കൽ അന്നും ഈ മനുഷ്യൻ ഈ സദസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ, നിങ്ങൾ അന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഹസറായിൽ അലൈഹി സ്വലാം പറഞ്ഞു, ഈ മനുഷ്യൻ നാട്ടിൽ ചെന്നതിൻ്റെ ശേഷം കുടുംബക്കാരുമായി ഒക്കെ നിന്നു വളരെ സന്തോഷത്തിലായി. അതുകൊണ്ട് അയാൾക്ക് 20 വയസ്സ് ദീർഘമായി കൊടുത്തു എന്നാ. അപ്പോൾ കുടുംബത്തിൽ ആരെയും പിണങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ നന്നായി സഹവസിക്കണം, എല്ലാവരുമായി കൂട്ടുകൂടണം. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ കുടുംബക്കാർക്കും ഈ കുടുംബത്തിന് പ്രത്യേക ആശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായിട്ട് അമ്പലപ്പറ്റ കുടുംബത്തിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുജീബ്. അസ്സലാമു അലൈക്കും. ഒരാശംസ മാത്രമേ പറയുന്നുള്ളൂ. കാരണം നമ്മുടെ മുഖ്യാതിഥി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കുടുംബ സംഗമത്തിന് അമ്പലപ്പറ്റ് കുടുംബത്തിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി എറക്കോട്ട് മുഹമ്മദൻസ് ഫാമിലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആലിമാക്ക. അസ്സലാമു അലൈക്കും. എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഞാൻ എന്നെ ആദ്യം ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. ഞാൻ വറക്കോളൻ മൊയ്ൻകുട്ടിയാലിയുടെ മകൻ, കുട്ടിയാലിയുടെ മകൻ മുഹമ്മദിൻ്റെ ഇളയ മകനാണ്, 5ാമത്തെ മകനാണ്. ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് ബീരാൻകുട്ടി പറഞ്ഞതിൽ 2 പോരായ്മകൾ ഞാൻ അവിടെ പറയുകയാണ്. ഒന്ന്, ബുഹാരി തങ്ങൾ അവിടെ അപ്പുറത്ത് വന്ന് ഒരു ഇറക്കോടൻ കുടുംബത്തിൽ ചികിത്സ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് സുഖമായി. പിന്നീട് ആ തങ്ങൾക്ക് നമ്മൾ ഇറക്കോടൻ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇറക്കോടന്മാർ അവരുള്ള ബന്ധം. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആ ബുഹാരി തങ്ങൾ കല്യാണം കഴിച്ചു. ആ ബുഹാരി തങ്ങളുടെ പേരുള്ള ബിൽഡിങ്ങാണ് ഇന്ന് നേരെ പാലം കിടക്കുമ്പോൾ ഇടത്തെ ഭാഗത്ത് കാണുന്ന ആ ബിൽഡിങ്, ആ പള്ളിയും ആ ഇതൊക്കെ. രണ്ടാമത്തെ കാര്യം, ഉണ്ണിയൻ എന്നുള്ള ആളുകളുടെ ഭാര്യ, ഉണ്ണിയൻ മരിച്ചതിന് ശേഷം ഭാര്യയെ കൊളയിലേക്ക് കൊണ്ടുപോയി. ആ കൊളായിൽ വെച്ച് ജനിച്ച ആൺകുട്ടിക്ക് മോയിൻ എന്ന് പേരിടുകയും കൊളായി മോയിൻ എന്ന പേരിലാണ് ആ കുട്ടി വളർന്നു വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇറക്കോടന്മാരുടെ കൂട്ടത്തിൽ കൊളായി മോയിൻ വരാൻ കാരണം. ഈ കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മളുടെ ഈ 9 ശാഖയിലുള്ളത് അമ്പലക്കണ്ടി ഫാമിലിയാണ്. അവർ നമ്മളെ എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ കുടുംബവുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന നമ്മുടെ പുളിയത്തിങ്ങൽ അമ്മായിയുടെയും അതുപോലെ നമ്മളെ കൊളക്കാടൻ ഫാമിലിയിൽപ്പെട്ട കരീം മാസ്റ്റർ ഉണ്ട്, നമ്മളെ വേദിയെ അലങ്കരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ നമ്മളെ കുടുംബത്തിലെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലിരിക്കുന്ന കുടുംബ കാരണവന്മാരെ, സദസ്സിന് പുറത്തു നിൽക്കുന്ന കുടുംബാംഗങ്ങളെ,
കാര്യമാത്ര പ്രസക്തമായ വിശദീകരണങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ മുമ്പുള്ള എല്ലാ ആളുകളും പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ അറക്കോടൻ കുടുംബ സംഗമത്തിൻ്റെ മുഴുവൻ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് പോലും ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പലർക്കും ഈ ബന്ധങ്ങളെക്കുറിച്ച് അറിയാത്തവരുണ്ട്. അവർക്കൊക്കെ അറിയാനും കൂടിയുള്ള ഒരു വേദിയാണ്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ വളരെ പ്രായം ചെന്നിട്ടുള്ള ആളുകളുണ്ടാവും. അവരെ നമ്മൾ പൊതുവെ വൃദ്ധന്മാർ അല്ലെങ്കിൽ പ്രായം കൂടിയവരെന്നൊക്കെ പറയും, ബഹുമാനപൂർവ്വം വയോധികരെന്നൊക്കെ പറയും. പിന്നീട് ഒരു വിഭാഗം മധ്യവയസ്കരായിട്ടുള്ള ആളുകളുണ്ടാവും, ഒരു 40-50 വയസ്സിൻ്റെ അടുക്കുള്ള ആളുകൾ. പിന്നെ യുവാക്കന്മാരുണ്ടാവും, യൗവന പ്രായത്തിൽ നിൽക്കുന്ന ആളുകൾ. കൗമാരപ്രായക്കാരുണ്ട്, അതിന് താഴെയായിട്ട് കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും യുവാക്കളുടെയും മധ്യവയസ്കരായിട്ടുള്ള ആളുകളുടെയും വൃദ്ധന്മാരുടെയും ഒക്കെ ഒരു സംഗമമാണിത്. ഈ സംഗമം ഈ തലമുറകൾ തമ്മിലുള്ള ഒരു ബ്ലെൻഡിങ്, അതായത് ഒരു സംയോജനം കൂടിയാണ്. ആ സംയോജനം ഇവിടെ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാവുമ്പോൾ മാത്രമേ ഇത്തരം കുടുംബ സംഗമങ്ങൾ അർത്ഥവത്താവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പരസ്പരം അറിയാത്തവർ തന്നെ ഉണ്ടാകും. ഞാൻ അതിൽ കടന്നു വരുമ്പോൾ തന്നെ പലരെയും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ പറയുകയും ചെയ്യും. പക്ഷേ അവരെന്നെ അറിയുന്ന പറയുന്നു. അതുപോലല്ലോ, പരസ്പരം അറിയണം. അങ്ങനെ അറിയാൻ കൂടിയുള്ള ഇത്തരം വേദികൾ നമുക്ക് കുടുംബപരമായി ചിന്തിക്കുമ്പോൾ വളരെ പ്രയോജനപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പല തലങ്ങളിലുമുള്ള ആളുകൾ വിവേചനരഹിതമായി പരസ്പരം അടുക്കുകയും പെരുമാറുകയും കുടുംബ ബന്ധങ്ങൾ പുലർത്തുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സായുജ്യമായി മാറുമെന്നുള്ളത് തീർച്ചയാണ്. ഈ അവസരത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനുള്ള അവസരങ്ങളില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും മറ്റൊരു പരിപാടിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരുണത്തിൽ ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുമൊക്കെ ഞാൻ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ സംഗമിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ സംഗമത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. ഈ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ള ആളുകൾ പലരും അള്ളാഹുവിൻ്റെ വിളിയനുസരിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ സർവശക്തനാഥൻ പരലോകത്ത് അങ്ങേയറ്റത്ത് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സംഗമത്തിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഈ അവസരത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഇരിക്കുന്നവരിൽ എല്ലാവർക്കും നമ്മുടെ സംഗമത്തിന് ആശംസകൾ അർപ്പിക്കണമെന്നുണ്ട്. സമയക്കുറവ് മൂലം അതിന് കഴിയില്ല. ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ സീരിക്കാക്ക എന്നെ വിളിച്ചു പറഞ്ഞു, പ്രത്യേകമായിട്ട് അവൻ്റെ സലാമും ആശംസകളും അർപ്പിക്കണം. അതുകൊണ്ട് സീരിക്കാക്കയുടെ പേരിൽ ഞാൻ പറയുകയാണ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.